ദേശീയ തലത്തിൽ കോൺഗ്രസിന് വീണ്ടും അടിപതറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ചില നീക്കങ്ങളിലൂടെ BJP ഒഴിവു വന്ന 3 സീറ്റുകളും സ്വന്തമാക്കി. 230 MLA-മാരാണ് മധ്യപ്രദേശിൽ ഉള്ളത്. അതിൽ 165 MLA-മാരുടെ പിന്തുണ BJP സർക്കാരിനുണ്ട്. ശേഷിക്കുന്ന 65 പേരുടെ പിന്തുണ കോൺഗ്രസിനാണ്, പ്രതിപക്ഷത്തിനാണ്. 2 രാജ്യസഭാ MP-മാരെ വിജയിപ്പിക്കാനുള്ള വോട്ട് വിഹിതം സർക്കാരിനുണ്ട്. ശേഷിക്കുന്ന വോട്ടുകൾ ഉപയോഗിച്ചാൽ ഒരാളിനെ കൂടി വിജയിപ്പിക്കാൻ കഴിയുകയില്ല. കോൺഗ്രസിനാകട്ടെ ഒരു MP-യെ അല്ലെങ്കിൽ ഒരാളിനെ വിജയിപ്പിച്ച് MP ആക്കാനുള്ള വോട്ട് വിഹിതം ഉണ്ട്. പക്ഷേ കളി അവിടെയല്ലായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോഴേക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ മീനാക്ഷി നടരാജൻ്റെ പത്രികയിൽ ഒരു കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള പരാതി BJP മുന്നോട്ട് വയ്ക്കുന്നു. പരാതി കിട്ടിയ ഉടൻ തന്നെ മുഖ്യ വരണാധികാരി പത്രിക തള്ളുന്നു. സൂക്ഷ്മ പരിശോധന കഴിയുന്നു. അടുത്ത നിമിഷത്തിനുള്ളിൽ തന്നെ 3 പേരെയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രസംഗങ്ങളും നീക്കങ്ങളും കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളുമൊക്കെ നടത്തിയിരുന്നു. പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ കോടതിയെ സമീപിക്കുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിയും അല്ലെങ്കിൽ മാറ്റിവെപ്പിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ BJP അവരുടെ തന്ത്രം ഉപയോഗിച്ചു. കോടതിക്ക് മുന്നിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നാമനിർദ്ദേശ പത്രിക തള്ളിയെന്ന് തൊട്ടു പിന്നാലെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ഉടൻ തന്നെ BJPയുടെ 3 സ്ഥാനാർത്ഥികളെയും വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇനിയാണ് കോൺഗ്രസ് എന്ത് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുന്നത്. ദേശീയ തലത്തിൽ വളരെ കരുതലോടെ കൂടുതൽ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി ഇന്ത്യ സഖ്യം ഇന്നലെ മുതൽ തന്നെ വലിയ ചർച്ചകളിലാണ്. അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു സീറ്റ് അവർക്ക് നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ സാധ്യത ഇല്ലാതാകുന്നത്. ഇവിടെ ആർക്കാണ് പിഴച്ചത് എന്നുള്ളതല്ല, BJPയുടെ തന്ത്രങ്ങളുടെ മുനയൊടിക്കാൻ ഇനിയും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്ര വലിയ കേസൊന്നുമല്ലായിരുന്നു മീനാക്ഷി നടരാജനെതിരെ ഉണ്ടായിരുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക മാത്രമല്ല, ഇതിന് പിന്നാലെ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചിരുന്നില്ല. 2 MP-മാർ ഉറപ്പ് എന്ന് BJP പറയുമ്പോഴും ഒരാളെ വിജയിപ്പിച്ച് രാജ്യസഭയിൽ എത്തിക്കാനുള്ള അംഗബലം ഉണ്ട് എന്നുള്ള അമിതമായ വിശ്വാസം കോൺഗ്രസിനുമുണ്ടായിരുന്നു. പക്ഷേ BJP അതിനു മുമ്പേ തന്നെ കരുക്കൾ നീക്കിയിരുന്നു. 2 തലത്തിലായിരുന്നു അവരുടെ കരുക്കൾ നീക്കം. ഒന്നുകിൽ കോൺഗ്രസിനെ ഭിന്നിപ്പിച്ച് ശേഷിക്കുന്നവരുടെ വോട്ട് നേടുക, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ശ്രമം വിജയിച്ചു. 3 പേരും BJPക്കുള്ള അംഗങ്ങളായി. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നീക്കങ്ങൾ നടത്തിയേ മതിയാവുള്ളൂ. 1 ഇന്ത്യ 1 ഇലക്ഷൻ, ഒപ്പം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം, അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങളാണ് അവർക്ക് നടപ്പിലാക്കേണ്ടത്. കാരണം വീണ്ടും ഭരണം ഉറപ്പാക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണയം അവർക്ക് അനിവാര്യമാണ്. അതിനൊപ്പം തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും അംഗബലം വർദ്ധിപ്പിക്കണം. അതിനാണ് പലതരത്തിലുള്ള നീക്കങ്ങൾ BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ MP-മാരുടെ എണ്ണം ഒപ്പം നിർത്തുവാൻ BJP ശ്രമം തുടങ്ങിയിരിക്കുന്നു. ചില MP-മാർ രാജിവെക്കുന്നു. തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയും ചില നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് DMK-യിൽ കണ്ണുവെച്ചുകൊണ്ട് BJP. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നുണ്ട് ഇത് വോട്ട് ചോരി, അതായത് സീറ്റ് ചോരി എന്നൊക്കെ പറയുന്നു. നേരത്തെ വോട്ട് ചോരി ആയിരുന്നു പറഞ്ഞെങ്കിൽ ഇപ്പോൾ സീറ്റ് ചോരി എന്ന പേര് പറയുന്നു. സീറ്റ് ചോരിയുടെ പേരിലാണ് ഇപ്പോൾ അവർ വലിയ തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അവർ കോടതിക്ക് മുന്നിലേക്ക് പോവുകയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മധ്യപ്രദേശിൽ പറ്റിയ അമളിയുമായി ബന്ധപ്പെട്ട്. അവിടെ കോൺഗ്രസ്സിന് തെറ്റുപറ്റിയതല്ല, പക്ഷേ കോൺഗ്രസിനെ ബുദ്ധിപരമായി ചതിക്കുകയാണ് ചെയ്തത് BJP എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു അവിടെ സംഭവിച്ചത്. ഇനി കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ 3 അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രാജ്യസഭ അംഗങ്ങൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ നീണ്ടു പോകാനാണ് സാധ്യത.
ഇനിയുള്ള നീക്കം സീറ്റ് ചോരി എന്ന് പറയുന്ന പുതിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം BJPക്കെതിരെയാണ്. അതായത് എല്ലാ അർത്ഥത്തിലും കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് BJP നീങ്ങുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കഴിയുകയുള്ളൂ. പക്ഷേ ഓരോ ദിവസവും മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ കാര്യങ്ങൾ നടക്കില്ല. മനസ്സ് വയ്ക്കേണ്ടവർ വേറെയുണ്ട്. ഉത്തർപ്രദേശിലുണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്. അങ്ങനെ തുടങ്ങുന്നവരെയൊക്കെ തന്നെ ഒപ്പം നിർത്തണം. തെക്കേ ഇന്ത്യയിൽ നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണ അനിവാര്യമാണ്. അതിനൊക്കെയുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ നടത്തിയാൽ മാത്രമേ അവരുടെ നീക്കങ്ങൾക്ക് വിജയം കാണാൻ കഴിയുകയുള്ളൂ. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ 2 പാർട്ടികൾ വിട്ടുനിന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് DMK വിട്ടുമാറി നിന്നതാണ്. അവർ മറ്റൊരു കാര്യം കൂടെ തീരുമാനിച്ചിരിക്കുന്നു, പാർലമെൻറ്റിൽ ഒരു പ്രത്യേക ബ്ലോക്കായി തുടരാൻ. അതും കോൺഗ്രസിന് തിരിച്ചടിയാണ്. കോൺഗ്രസ് ചതിച്ചു എന്നാണ് DMKയുടെ നേതാക്കൾ പറയുന്നത്. TVKയ്ക്ക് പിന്തുണ നൽകുകയും അവരുടെ മന്ത്രിസഭയിൽ അംഗമായതുമൊക്കെയാണ് DMKയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് BJP. അത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് അവർ പയറ്റുന്നത്. കാരണം അവർക്കത് നടത്തിയേ മതിയാവുകയുള്ളൂ. തുടർഭരണം അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെ നീങ്ങാൻ കഴിഞ്ഞാലും അത്തരം വഴികളൊക്കെ സ്വീകരിക്കും. കോൺഗ്രസിൻ്റെ ചിന്തകൾക്കപ്പുറത്തേക്ക് അവരുടെ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ശക്തമാണ്, അവരുടെ ചിന്തകൾ വലുതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇതിനെ അവർക്ക് ഒരു പക്ഷേ എതിരിടാൻ കഴിയുമെങ്കിൽ തന്നെയും ഒപ്പം നിൽക്കുന്നവർ ശക്തിയുള്ളവരാകണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നടത്തും എന്നാണ് നേതാക്കന്മാർ പറയുന്നത്.